ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ വൻ വിവാദത്തിന് വഴിവെച്ച കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടെ CPM വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് പിന്നീട് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഇടത് സൈബർ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തെന്നുമാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വടകര തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചു. ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും MSFും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു. CPM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് കാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുകയാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ ഇത് നിർമ്മിച്ചവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പോരാളി ഷാജി, അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്നതെന്നും നിയമ നടപടി തുടരുമെന്നുമാണ് വിവാദവുമായി ബന്ധപ്പെട്ട് വടകര MP ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും പോകുക എന്നതാണ് CPM രീതി. പിന്നിൽ അടിമുടി CPMകാരാണെന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ടോ അവരെ ആരും പ്രതിയാക്കുന്നില്ലെന്നും പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുകയാണെന്നും ഷാഫി പറഞ്ഞു. വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണെന്നും ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങളൊന്നും താൻ ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM പ്രവർത്തകർ തന്നെ ഇത്തരം കാര്യങ്ങൾ എതിർക്കണം. പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്നും ഇത് ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി തനിക്ക് തോന്നുന്നില്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. അതേസമയം വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് CPM നേതാവ് KK ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് പ്രതികരിച്ച് KK ശൈലജ രംഗത്തെത്തി. പോസ്റ്റ് ആര് ചെയ്താലും അത് ഇടതുപക്ഷത്തിനെതിരാണെന്നും അവർ പറഞ്ഞു. കാഫിർ പ്രയോഗത്തിന് പിന്നിൽ ആരാണെന്ന് അറിയണം. ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുന്നതാണ് പ്രചരണം. ഇടതെന്ന് തോന്നിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തിനെതിരായ പ്രചരണങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നടന്നിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ടതാണോ ഇതെന്നറിയില്ല. കുടുംബ സദസ്സിലാണ് വ്യാജ പ്രചരണങ്ങൾ നടന്നത്. LDFന്റെ നന്മയ്ക്ക് വേണ്ടി അതാരും ചെയ്യില്ലെന്നും സ്ത്രീകൾക്കിടയിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമുണ്ടെന്ന് കണ്ടായിരുന്നു നീക്കമെന്നും അവർ പറഞ്ഞു. സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. AK ലതിക അടക്കമുള്ള പ്രമുഖരുടെ ഫേസ്ബുക്ക് പേജിൽ തന്റെ പേരിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ട് ഇപ്പോഴുമുണ്ട്. ഇത് കലാപാഖ്യാനത്തിന് തുല്യമാണെന്നും നടപടി വേണമെന്നും യൂത്ത് ലീഗ് തിരുവള്ളൂർ ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് കാസിർ ആവശ്യപ്പെടുന്നു.